സായിപ്പണ്ണ തമ്മിലടിപ്പിക്കാൻ ഉണ്ടല്ലോ എന്നാ. തമ്മിലടിപ്പിക്കുന്നില്ല അല്ലടാ, അത് തൊപ്പി ആ ടൈമിൽ എപ്പോഴും പറഞ്ഞു പോയതാണ്. അത് ആ കൊച്ചിറക്കം പറഞ്ഞുകൊണ്ടാണ് അവൻ എപ്പോഴും പറഞ്ഞു പോയത്, മനസ്സിലായ. പിന്നെ തൊപ്പി അതിൻ്റെ പേരിൽ മറ്റേ ഇത് സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞു മുതൽ അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ വെയിറ്റാക്കി ഒരാളൊന്ന് വിളിച്ചോട്ടെ. പക്ഷെ എടാ കേക്കാവല്ലോ. എടാ ഗൈസ്, ഇവനാണ് അക്കൗണ്ട് എനിക്ക് തിരിച്ചെടുത്ത് തന്ന കേട്ടോ ഗൈസ്, ഇവനാണ്. എടാ എൻ്റെ എന്ത് ക്യാമറയ്ക്ക് എന്ത് പറ്റിയല്ലോ ഗൈസ്. എടാ അക്കൗണ്ട് തിരിച്ചെടുക്കാനുണ്ടല്ലോ, എൻ്റെ അക്കൗണ്ട് അന്ന് പ്രോബ്ലം ഇല്ലായിരുന്നു, അത് തിരിച്ചെടുക്കാൻ എത്ര രൂപയായിരുന്നു? 5K ആണ് തിരിച്ചെടുക്കാൻ വേണ്ടി. ഓക്കെ, വെരിഫൈഡ് ആക്കാൻ വേണ്ടി എത്ര രൂപയാണ് എൻ്റെ അക്കൗണ്ട്? 5K ആണ് വെരിഫൈഡ് ആക്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ നീ അതിന് വേണ്ടിയല്ലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്ര നാൾ വർക്ക് ചെയ്തു? 3 മാസം വർക്ക് ചെയ്തു. എന്നിട്ട് എത്ര രൂപ വന്നു നിങ്ങൾക്ക് മൊത്തത്തിൽ? എത്ര രൂപയാണ് 1 മന്ത് പേയ്മെന്റ്? 5K 1 മന്ത് പേയ്മെന്റ്. ഒരാൾക്ക് 5K 1 മന്ത് പേയ്മെന്റ്. ഇതുപോലെ അക്കൗണ്ട് തിരിച്ചെടുക്കുന്നതിന് എൻ്റെ ഒരു അക്കൗണ്ട് തിരിച്ചെടുക്കുന്നതിനുള്ള പൈസ എന്ന് പറയുമ്പോൾ 5000 രൂപയാണ് അവന്മാർക്ക് ഒരു വർക്കിലൂടെ കിട്ടുന്നത്. അപ്പം നിങ്ങൾ അവന്മാർക്ക് ഒരു മാസം പണിയെടുക്കാൻ വേണ്ടി കൊടുക്കണത് ആ പണിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം 5000 രൂപ അല്ലേ? ഓക്കെ, എന്നിട്ട് എത്ര മാസം പൈസ തന്നു അവന്മാർ? ബാക്കി എത്ര മാസം തരാനുണ്ട് നിങ്ങൾക്ക്? 2 മാസം ബാക്കി പൈസ തരാനുണ്ട്. ഇതൊന്നും ചോദിക്കാൻ എന്താണ് നീ ഒന്നും? ഓക്കെ ഓക്കെ, എന്തായാലും നല്ല മൂഞ്ചിക്കലാണ്. കൊച്ചു ഇറക്കന്മാരാന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഇത്രയും പൈസേൻ്റെ ഇത് ആക്കിയിട്ട് ചോദിക്കാണ്ടൊക്കെ പോണൊക്കെ മോശമാണ്. അത് പോട്ടെ, എന്തായാലും കഴിഞ്ഞില്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ഒരക്കൗണ്ട് എൻ്റെ ഇപ്പം നമ്മളിപ്പം കുറേ പാവപ്പെട്ട ആൾക്കാർ എന്തായാലും വരുമ്പം ഒരക്കൗണ്ട് തിരിച്ചെടുക്കാൻ 5000 രൂപ മേടിക്കും. അത് വർക്ക് ചെയ്യുന്നവന്മാർക്ക് ഒരു മാസം 5000 രൂപ കൊടുക്കും. അതും പൈസ കറക്റ്റായിട്ട് കൊടുക്കത്തുമില്ല. കുഴപ്പമില്ല, നിങ്ങളെയൊക്കെ മൂഞ്ചിച്ച് സീനൊന്നും ഇല്ല. നീ എന്തായാലും പോയി കടം കണ്ടോ കേട്ടോ. ശരി എന്നാ, ഓക്കെ ഓക്കെടാ, ബൈ ബൈ. മുത്തേ, ഇതാണ് സംഭവം. എൻ്റെ അക്കൗണ്ട് തിരിച്ചെടുത്ത് കൊടുത്തതിന് 5000 രൂപയാണ്. ഓക്കെ, ബട്ട് എന്നോട് ഈ 5000 രൂപ എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. എന്നോട് ആകെ പറഞ്ഞേക്കണ പൈസ എന്ന് പറഞ്ഞാൽ വെരിഫൈഡ് ആക്കാൻ വേണ്ടി 5000 രൂപ. ഇന്നലെ 5000 രൂപയുടെ കാര്യം എല്ലാവരും കിടന്ന് പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഈ ക്യാമറ ഒന്ന് ശരിയാക്കട്ടെ. ഇപ്പം ശരിയാ. ഓക്കെ, എന്നോട് ആകെ 5000 രൂപയുടെ ഒരു കാര്യം പറഞ്ഞേക്കണേ എന്നാന്ന് ചോദിച്ചാൽ വെരിഫൈഡ് ആക്കണേന്ന്. അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേക്കണേ. എൻ്റെ അക്കൗണ്ട് വെരിഫൈഡ് ആണോ? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഞാൻ മനസ്സിലാവും എൻ്റെ അക്കൗണ്ട് വെരിഫൈഡ് ആണോ. എൻ്റെ അക്കൗണ്ട് വെരിഫൈഡ് അല്ല. ഞാൻ ചുമ്മാ 5000 രൂപ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എൻ്റെ അക്കൗണ്ട് എടുത്തു തന്നതിനുള്ള പൈസ എന്ന് പറയുമ്പം അതിൻ്റെ 1 വർഷം മുന്നേ ഉള്ള കാര്യമാണ്. മനസ്സിലായി? ഇത് 1 വർഷം എന്ന് പറഞ്ഞാൽ മെയ് ഏണ്ടാണ്. ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ നവംബറാണ്. ഇത്രയും നാൾ മുന്നത്തെ സംഭവമാണ്. മനസ്സിലായോ? ഈ സംഭവം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഈ സ്റ്റോറി ഞാൻ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പ്രമോഷൻ സ്റ്റോറി ഞാൻ വെറുതെ ഇട്ട് ആർക്കെങ്കിലും കൊടുക്കുമെന്ന്? ഞാനൊരു പ്രമോഷൻ സ്റ്റോറി ഇടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രമോഷൻ സ്റ്റോറിയോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾ ഞാൻ ഇടുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അന്ന് എന്തോ ഒരു ടോക്ക് വന്നായിരുന്നു, എന്തോ സ്റ്റോറി ഇട്ടാൽ മതിയോ അങ്ങനെ ഒരു ടോക്ക് വന്നിട്ടാണ് ഞാൻ ഈ സ്റ്റോറി ഇട്ട് കൊടുക്കണേ എന്നത് കാര്യം. അതിനകത്ത് ഞാൻ പ്രമോഷൻ രീതിയിലാണ് ഞാൻ സ്റ്റോറി ഇട്ട് കൊടുത്തേക്കണേ. പ്ലസ് 20000 ലിങ്കുകൾക്കാണ് ആ അക്കൗണ്ടിൽ വന്നേക്കണേ, അവന്മാരുടെ ഈ വർക്ക് എടുക്കുന്ന അക്കൗണ്ടിൽ. അതിലൊരു 50 പേരെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കിന് എന്തായാലും അവനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും.
അവന്മാർ ഈ വർക്കിന് 5000 രൂപ പറഞ്ഞേക്കണം മേടിക്കണം, മനസ്സിലായ? ഒരു ഇതിന് ഇതുപോലത്തെ ബാനായി പോകുന്ന ആൾക്കാരിൽ നിന്ന് 5000 രൂപ സംതിങ് ആണ് മേടിക്കണത്. എന്തായാലും ഒരു 1000 രൂപ വെച്ച് മേടിച്ചാലും ഇത്ര രൂപയാണ് എന്തായാലും ആവും. അപ്പം ഞാൻ സ്റ്റോറി ഇട്ടതിന് പകരം പ്ലസ് ഞാൻ പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ പ്ലസ് പൈസ കൊടുക്കാൻ? പിന്നെ ഇവൻ ഈ പൈസേൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഈ പൈസേൻ്റെ കാര്യം എന്നോട് പറയണത് സെപ്റ്റംബർ ആണ്, മനസ്സിലായോ? സെപ്റ്റംബർ ടൈമിലാണ് ഞാൻ പറഞ്ഞേക്കണത്. അപ്പം ഞാൻ അവനോട് പറഞ്ഞ റിപ്ലൈ എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എടാ അതൊന്ന് സ്റ്റോറി ഇട്ട് ഒതുക്കി തീർത്താണ്, നീ വീണ്ടും കണക്ക് പറഞ്ഞിട്ട് വരില്ലേ, വിട്ടോളാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ അന്ന് ഒഴിവാക്കി വിട്ടാണ്, മനസ്സിലായ? പിന്നെ ഇപ്പം ഞാൻ സ്റ്റോറി, ഇപ്പം എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇത്ര ആൾക്കാർ കാണുന്നതാണ്. ഇത്രയും നിങ്ങൾക്കറിയാലോ, നിങ്ങളെല്ലാവരും ഫോളോവറാണ്, അപ്പം നിങ്ങളെല്ലാവരും കാണുന്നതാണ്. ഇപ്പം ഇതിലൂടെ എന്തായാലും യുവന്മാർക്കും പരസ്യം പോലെ ഒരു ഇതാണ് പോകണം, മനസ്സിലായ? അപ്പം യുവന്മാർക്ക് വർക്ക് കിട്ടും. വെറുതെ ഞാൻ സ്റ്റോറി ഇട്ട് കൊടുക്കാം ഇവൻ ആരെൻ്റെ എന്തെങ്കിലും ആരെങ്കിലും ആണ് ഇവൻ എൻ്റെ ആരും ഇവൻ എൻ്റെ ആരുമല്ല, മനസ്സിലായി? ആകെ ചെറിയൊരു പരിചയമുണ്ട്. വീട്ടിൽ വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട്. കാശിയുടെ ഒരു കളിപ്പാട്ടത്തിൻ്റെ എന്തോ ഒരു പ്രൊമോഷൻ ചെയ്തതിൻ്റെ കാര്യത്തിൽ കളിവുണ്ട്. നമ്മളത് ചെയ്തൊന്നുമില്ലായിരുന്നു, പക്ഷെ ഷോപ്പിൽ പോയി നോക്കിയായിരുന്നു, നമ്മൾ ചെയ്തൊന്നുമില്ല. അന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടാണ് ഇവൻ പോയത്, മനസ്സിലായോ? അന്ന് ഫുഡൊക്കെ കഴിച്ചെന്ന് തോന്നുന്നുണ്ടായിരുന്നു, ഓർമ്മയില്ല, ഇത്രയും നാളായി, മനസ്സിലായോ? ഇവൻ അങ്ങനെ മാത്രമുള്ള പരിചയമുള്ളൂ, മനസ്സിലായോ? ആകെ 5K ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അക്കൗണ്ട് വെരിഫൈഡ് ആക്കണതാണ്. പക്ഷേ ഈ അടുത്ത് സെപ്റ്റംബർ എന്നോ ഞാൻ അവനോട് കോൺടാക്ട് ആക്കിയപ്പോൾ ഇവൻ പറഞ്ഞതെന്നറിയോ, 5K അല്ല 15K ആണ്, 15000 രൂപയാണ് വെരിഫൈഡ് ആക്കണേന്. അന്ന് ഇവൻ 5K പറഞ്ഞു, ഇന്ന് ഇവൻ 15000 രൂപ പറഞ്ഞു. ഇവന്മാരുടെ വർക്ക് ചെയ്ത് കൊടുക്കുന്നവന്മാർ പറഞ്ഞേക്കണം എത്ര രൂപയാണ്? 5 രൂപയാണ് ഇവന്മാർ പറയണം, മനസ്സിലായ? അവന്മാർ വെളിയിലുള്ള ആൾക്കാർക്ക് എല്ലാം ചെയ്ത് കൊടുക്കണം. 5 രൂപയ്ക്കാണ് ഇവന്മാർ ചെയ്ത് കൊടുക്കണത്. 5K എടുക്കാനില്ലാത്ത നീയാണോ 2 ലാഖ് ബെറ്റ് വെക്കാൻ പോണേ? ഞാൻ 5K എന്തിനാണ് വെറുതെ ഓരോ കുണ്ണകൾക്കും കണ്ട കുണ്ണകൾക്കൊക്കെ ഞാൻ വെറുതെ കൊണ്ട് 5K കൊടുക്കണം? അവൻ എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചതുപോലുള്ള സാധനം ഞാൻ തിരിച്ച് അവന് ചെയ്ത് കൊടുക്കണം, മനസ്സിലായ? പിന്നെ